ദില്ലിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലുമാണ്. ദില്ലിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. എല്ലാ മേഖലയിലും അതീവ ഗുരുതരാവസ്ഥയിലാണ് വായു ഗുണനിലവാരം. ന്യൂദില്ലി മേഖലയിൽ വായു ഗുണനിലവാര സൂചിക 400-നും 500-നും ഇടയിലാണ്. റെയിൽ, റോഡ്, വിമാന സർവീസുകളെ കനത്ത പുക ബാധിക്കുകയാണ്. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളും തത്സമയ ദൃശ്യങ്ങളുമായി. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൽഹിയിലെ തത്സമയ ദൃശ്യങ്ങളാണോ? തമ്മിൽ കണ്ടാൽ തന്നെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മൂടൽമഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴും കനത്ത മൂടൽമഞ്ഞുണ്ട്. പല സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലാണോ ഡൽഹിയിലെ വായു മലിനീകരണ തോത്? PR സുനിൽ. അരുൺ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കർത്തവ്യപഥിലാണ്, രാജ്പഥിലാണ്. ഈ രാജ്പഥിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇന്ത്യ ഗേറ്റ് നമുക്ക് കാണുന്നില്ല. സാധാരണ ഈ രാജ്പഥിൽ നിന്നാൽ പുറകിൽ ഇന്ത്യ ഗേറ്റ് കാണേണ്ടതാണ്. ഇവിടുത്തെ വിജയ് ചോക്കിൽ നിന്ന് നോക്കിയാൽ വരെ ഇന്ത്യ ഗേറ്റ് കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പുകമഞ്ഞുകൊണ്ട് ഇന്ത്യ ഗേറ്റ് മൂടിപ്പോയിരിക്കുന്നത്. ഗുരുതരമായ സാഹചര്യം ദില്ലിയിൽ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ദില്ലിയിൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ 1000-ന് മുകളിലേക്ക് വായു ഗുണനിലവാരം ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇപ്പോൾ അലിപ്പൂർ ദില്ലി എന്ന് പറയുന്ന സ്ഥലത്ത് 1019-ഉം അതുപോലെ തന്നെ ജഹാംഗീർപുരിയിൽ 1036-ഉം ഒക്കെയായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് വർദ്ധിച്ചിരിക്കുകയാണ്. ITO മേഖല, അതായത് ഇന്ത്യ ഗേറ്റിന് പരിസരത്തുള്ള ITO മേഖലയിൽ 878ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ദില്ലിയിലെ സാഹചര്യമെന്ന് വ്യക്തമാണ്. 400-ന് മുകളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരു 30-40 സിഗരറ്റ് വലിക്കുന്നതിന് എത്രത്തോളം ഗുരുതരമാണ് ഒരാളുടെ ആരോഗ്യത്തിനുണ്ടാക്കുക, അത്രയും ഗുരുതരമായ ഒരവസ്ഥയാണ് ഈ വായു ശ്വസിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ ഗുരുതരമായ സാഹചര്യം പരിഹരിക്കാനായി ശക്തമായ ഇടപെടൽ വേണമെന്ന് ഓരോ വർഷവും സുപ്രീം കോടതി അടക്കം ആവശ്യപ്പെടുമ്പോഴും ഒരു കാലത്തും ഇത് പരിഹരിക്കപ്പെടാത്ത ഒരു സ്ഥിതി തന്നെയാണ് ദില്ലിയിൽ ഒക്കെ തന്നെയുള്ളത്. ഏതായാലും സ്കൂളുകൾക്കൊക്കെ തന്നെ അനിശ്ചിതകാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സ്ഥിതി മാറ്റിയെടുക്കാനായി, ഈ ഗുരുതരമായ സാഹചര്യം പരിഹരിക്കുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ദില്ലി സർക്കാരിനൊക്കെ തന്നെ സുപ്രീം കോടതി ഇന്നലെയും നൽകിയിരുന്നു. ഏതായാലും അന്യ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുമായി സംസാരിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഗുരുതരാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഓരോ മഞ്ഞുകാലത്തിൻ്റെ തുടക്കത്തിലും ഇതുപോലെയാണ് അവസ്ഥ. ഒരുപാട് കുട്ടികൾ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലെത്തുന്നു. ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ദില്ലിയിൽ ജീവിക്കുന്ന ഈ ഒരു വായു ശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുടെ ആയുർദൈർഘ്യം ഏതാണ്ട് 7.5 വർഷം കുറഞ്ഞു പോകുന്നു എന്നതാണ് പുതിയ പഠനങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിലാകെ ഇത്തരത്തിൽ ഒരു അശുദ്ധ വായു ശ്വസിച്ച് ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. സിഗരറ്റ് വലിച്ച് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ക്യാൻസർ രോഗികളാണ് ഇത്തരം ഒരു മലിന സാഹചര്യങ്ങളിൽ ജീവിച്ച് ക്യാൻസർ രോഗം ബാധിക്കുന്നവരായി കണക്കാക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായൊരു സാഹചര്യം ഭരണ ശിരാകേന്ദ്രമായ ദില്ലിയിൽ തന്നെ ഉണ്ടാകുന്നു. ഏതായാലും ഇത് ഓരോ ദിവസവും കൂടി വരികയാണ്. 1000-ന് മുകളിലേക്ക് ഈ വായു ഗുണനിലവാരം ഉയരുന്നു എന്നൊക്കെ പറയുന്നത് അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ്. ഈ എനിക്ക് പിറകിൽ കാണുന്ന ഈ മൂടൽമഞ്ഞ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗ്യാസ് ചേമ്പറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ദില്ലി. ഇപ്പൊ ഞാൻ കേരളത്തിലെ ഈ AQI നോക്കുകയായിരുന്നു. കൊച്ചിയിൽ ഇന്നിപ്പോൾ AQI ഉള്ളത് 62ആണ്. ഇവിടെ ഏറ്റവും വ്യവസായശാലകളുള്ള ഏലൂർ മേഖലയിൽ 77ആണ് പരമാവധി ഉള്ളത്. അവിടെയാണ് 1000-ന് മുകളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ളത്. ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു റേഞ്ചാണ്. കേരളത്തിൽ കൊച്ചിയിൽ, ഏലൂരിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന കൊച്ചിയിൽ പോലും 77ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അവിടെയാണ് 1000 കടന്ന് ജഹാംഗീർപുരിയിലും 800 കടന്ന് ITOയിലും ഒക്കെ വായു മലിനീകരണത്തിന്റെ തോതുള്ളത് എന്ന് PR സുനിൽ പറയുന്നത്. നോക്കൂ, PR സുനിലിന്റെ കയ്യിലെ കണക്കുണ്ട്. PR അരുൺ, ഇതാണ് ജഹാംഗീർപുരി ദില്ലിയിൽ 1036, അതുപോലെ തന്നെ അലിപ്പൂർ 1019, അതുപോലെ തന്നെ നരേല ന്യൂഡൽഹി 918, അതുപോലെ പഞ്ചാബി ബാഗ് ഇവിടുന്ന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് 840, അതുപോലെ ITI ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലമാണ് 840 എയർ ക്വാളിറ്റി ഇൻഡെക്സ്.
ഇത്തരത്തിലാണ് ഈ കണക്കുകൾ പോകുന്നത്. 721, 629 ഇതാണ് ദില്ലിയിലെ അവസ്ഥ. അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഇവിടുത്തെ സാഹചര്യം? ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗ്യാസ് ചേംബർ, കോൺഗ്രസ് ആണ് ആ ആരോപണം ഉന്നയിച്ചത്. ഏതായാലും ദില്ലി സർക്കാർ പരാജയപ്പെട്ടു, BJPയുടെ പരാജയമാണെന്നൊക്കെ കോൺഗ്രസ് ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ പോരായി ഈ വിഷയം മാറുന്നുമൊക്കെയുണ്ട്. അപ്പോൾ ഏറ്റവും ഇതിലൊരു ഗുരുതരമായ ഒരു അവസ്ഥ എന്നത് ഈ രാഷ്ട്രീയ പോരിനപ്പുറം ഇത്തരത്തിലുള്ള പഴിചാരലുകൾക്കപ്പുറം ഒരു ശാശ്വതമായ പരിഹാരം ഒരു കാലത്തും ദില്ലിയിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുൻപ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും AC മുറികളിലിരുന്ന് ചർച്ച ചെയ്തല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്, തെരുവിലിറങ്ങി പോകേണ്ട സ്ഥലങ്ങളിൽ പോയി ജനങ്ങളെ നേരിട്ട് കണ്ട് അവരെ ബോധവൽക്കരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അടിയന്തരമായ ഒരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം എന്നൊക്കെ സുപ്രീം കോടതി പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് ആവർത്തിക്കുന്നില്ല. ഈ പുകമഞ്ഞ് എന്നത് സ്മോഗ് എന്നാണ് നമ്മൾ പറയുക. സ്മോഗ് എന്നത് ഈ മഞ്ഞും പുകയും കൂടി ചേർന്ന് ഉണ്ടായൊരു വാക്കാണ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മഞ്ഞല്ല, ഒരു കപട മഞ്ഞാണ്, ഇതൊരു സ്മോഗാണ്. അപ്പോൾ ഇത് ശ്വസിച്ചാണ് ഓരോ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നത്. ഇതിനെങ്ങനെ പരിഹാരമുണ്ടാക്കണം എന്നത് ഇപ്പോഴും സർക്കാരുകൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. ഞാൻ നിൽക്കുന്ന ഈ ഇന്ത്യ ഗേറ്റിലെ ഈ രാജ്പഥ് എന്നത് എല്ലാ ദിവസവും രാവിലെ ഒരുപാട് ആളുകൾ നടക്കാനെത്തുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വിജനമാണ്, ആളുകളൊന്നും അധികം പുറത്തിറങ്ങുന്നില്ല, 1-2 ആളുകൾ മാത്രമാണ് ഇതിലൂടെ നടക്കുന്നത്. എത്രത്തോളം ഗുരുതരമാണ് ഇത് ശ്വസിച്ച് ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ സ്മോഗ് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും അല്ലേ പി. സുനിൽ? തീർച്ചയായും വീടുകൾക്കുള്ളിലൊക്കെ തന്നെ ഇതിൻ്റെ ഈ സ്മോഗ് അകത്തേക്ക് വരും, ആളുകൾ ശ്വസിച്ച് അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ ദില്ലിയിൽ. അപ്പോൾ ഈ ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ഈ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ഇത് ബാധിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ, അതുപോലെ തന്നെ പ്രായമായ ആളുകളെയൊക്കെ തന്നെ അതിഭീകരമായി ഇത് ബാധിക്കുകയും അവരുടെ ആരോഗ്യത്തെ അത് കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ആശുപത്രിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് ഒരുപാട് രോഗികൾ വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായ ആളുകൾ. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് നിസ്സാരമായൊരു സംഭവമല്ല. അതും ഒരു രാജ്യത്തിൻ്റെ ഒരു തലസ്ഥാന നഗരമാണ്. ദില്ലി പോലൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയ നാണക്കേടാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ എന്തായാലും രാഷ്ട്രീയമായ ഒരു തീരുമാനം തന്നെയാണ് വേണ്ടത്, നയപരമായ തീരുമാനം തന്നെയാണ് വേണ്ടത്. പരിഹരിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നയപരമായ, രാഷ്ട്രീയമായ ശക്തമായ തീരുമാനങ്ങളാണ് ഈ വിഷയത്തിൽ വേണ്ടത്. താങ്ക് യു. പി. സുനിലാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പി. സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ 1077-ഉം 1019 ഒക്കെയായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് തലസ്ഥാനത്ത് മാറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ സ്മോഗ്, അതായത് അവിടുത്തെയുള്ള ഈ മഞ്ഞും പുകയും ചേർന്നുള്ള, പൊടിയും ചേർന്നുള്ള ഒരവസ്ഥ ഇവിടെ ഉണ്ടാവുന്നു. ക്യാൻസറസ് ആണ് അത്. ആസ്മ രോഗികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നു. പൾമണോളജിസ്റ്റുകളെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു ദില്ലിയിൽ എന്നുള്ളതും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ റേഞ്ച് പറയാം. കൊച്ചിയിൽ ഇപ്പോൾ ഉള്ളത് 62 AQA എങ്കിൽ അവിടെ ജഹാംഗീർപുരിയിലുള്ളത് 1019. എത്രമാത്രം വ്യത്യാസം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. 400 കടന്നുള്ള ഏതൊരു എയർ ക്വാളിറ്റി ഇൻഡെക്സും ഗുരുതര സ്വഭാവമുള്ള ഒരു വായു ഗുണനിലവാര സൂചിക എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്താറ്. ശ്വാസം മുട്ടുകയാണ് ദില്ലിക്ക് എന്നാണ് പി. സുനിൽ ഇപ്പോൾ റിപ്പോർട്ട്